ക്ലോയിയുടെ ടോയ്ലറ്റ് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത്. ഇതാണ് ക്ലോയിയുടെ ടോയ്ലറ്റ്. ഒരു വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ബേസിനിൽ ലിറ്ററാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതൊരു വലിയ ബേസിനാണ്. ഇത് വെച്ചിരിക്കുന്നത് ഒരു ടോയ്ലറ്റിൽ തന്നെയാണ്. കണ്ടോ, ഇതൊരു ടോയ്ലറ്റാണ്. ഞങ്ങൾ പല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ക്ലോയി എന്ന് പറയുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ക്യാറ്റാണ്. അതുകൊണ്ട് എങ്ങനെയാണ് അതിനു മുമ്പ് ക്യാറ്റില്ലെന്നല്ല, പണ്ട് ഞങ്ങൾക്ക് ക്യാറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് സാധാരണ ഒരു പൂച്ച ആയതുകൊണ്ട് ആ പൂച്ചകളുടെ കാര്യം നമുക്കറിയാമല്ലോ. അവർ സ്വന്തം പുറത്തു പോയി, അവർക്ക് കക്കൂസി പോകണമെങ്കിൽ അവർക്ക് പുറത്തു പോയി മുറ്റത്തും പറമ്പിലും ഒക്കെ പോയി അവരുടെ കാര്യം സാധിച്ച് തിരിച്ചു വരും. ഇങ്ങനെയുള്ള ഒരു പേർഷ്യൻ പൂച്ച വളർത്താൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് കുറേ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അവരെ പുറത്ത് വിടാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെയാണ് അവരെ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ അവരുടെ ടോയ്ലറ്റ് സൗകര്യങ്ങളും നമ്മൾ നോക്കണം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ലിറ്റർ കിട്ടും, അതിന് ലിറ്റർ ബോക്സ് കിട്ടും. അങ്ങനെ ഇത് ഒരു വലിയ ഒരു ബേസിന് ഞങ്ങൾ പല രീതിയിൽ ചെറിയൊരു ബേസിനും കുറച്ചുകൂടെ വലിയ ബേസിനും അങ്ങനെ എല്ലാം ഉപയോഗിച്ച് നോക്കി. എന്നാൽ പലപ്പോഴും നമുക്കറിയാമല്ലോ, പൂച്ചകൾ സാധാരണ കക്കൂസി പോയി കഴിഞ്ഞാൽ കക്കൂസി പോകാനായിട്ട് അവരൊരു കുഴി ഉണ്ടാക്കും. അവർ വളരെ വൃത്തിയുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് പൂച്ചകൾ. അതുകൊണ്ടൊരു കുഴി ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അവരതിൽ കക്കൂസിൽ പോയി കഴിഞ്ഞാൽ അവർ മാന്തി മണ്ണിട്ടത് മൂടി വെക്കും. ഇതേ രീതി അവരെപ്പോഴും ചെയ്യും. ലിറ്ററിലും അവർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു കുഴി എടുത്തിട്ട് അതിൽ കക്കൂസിൽ പോയിട്ട് അവർ മാന്തി അതിനെ മൂടി വെക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ശക്തിയായിട്ട് സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് പുറത്തേക്കൊക്കെ തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം പലപ്പോഴും തെറിക്കും. ഞങ്ങളിങ്ങനെ അവളുടെ ടോയ്ലറ്റ് ബോക്സ് മറ്റ് പല സ്ഥലങ്ങളിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ തെറിച്ചിട്ട് ചുറ്റുപാടും വൃത്തികേടാവാനുള്ള സാധ്യത, സ്മെല്ല് വരാൻ സാധ്യത, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇതൊരു ടോയ്ലറ്റിൽ തന്നെ വെക്കുന്നതാണ് നല്ലതെന്ന് കരുതിയിട്ടാണ് ടോയ്ലറ്റിലേക്ക് മാറ്റി വെച്ചത്. അങ്ങനെ ക്ലോയെ ഞങ്ങളിവിടെ കൊണ്ടുവരുമ്പോൾ അവൾക്ക് 2.5 മാസം പ്രായമായിരുന്നു. അവളെ ആദ്യം വളർത്തിയിരുന്ന വീട്ടിൽ നിന്ന് ടോയ്ലറ്റിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടാണ് അവൾ വന്നത്. അതുകൊണ്ട് ലിറ്ററിൽ ടോയ്ലറ്റിൽ പോകാനൊന്നും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ബാത്റൂമിൽ ഈ ലിറ്റർ ബോക്സ് വെച്ചപ്പം ആദ്യം ഞങ്ങൾ ചെയ്തിരുന്നത് ഈ ബാത്റൂമിൻ്റെ ഡോർ ഇങ്ങനെ തുറന്നിടുമായിരുന്നു. ക്ലോയ്ക്ക് വരേണ്ട ആവശ്യമുള്ള സമയത്ത്. ക്ലോയി ഇവിടെ കിടപ്പുണ്ട്, അവൾക്ക് ഇതിലേക്ക് കയറി വരാൻ വേണ്ടി. പക്ഷെ ചില സമയത്ത് നമ്മൾ അറിയാതെയെങ്കിലും ഡോർ അടഞ്ഞു പോവുകയാണെങ്കിൽ അവൾക്ക് കൂടി കയറാൻ പറ്റില്ല. അതുപോലെ ആരെങ്കിലും ടോയ്ലറ്റിനുള്ളിൽ ഉണ്ടെങ്കിലും അവൾക്ക് അകത്ത് കയറാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ അവൾക്കൊരു സൗകര്യത്തിനായിട്ട് ഒരു ക്യാറ്റ് ഡോർ ഉണ്ടാക്കി. ഇവിടെയുള്ള ഗ്ലാസ് എടുത്ത് മാറ്റിയിട്ട് അവിടെ ബ്ലാങ്ക് ആയിട്ട്. അപ്പോൾ ക്ലോയ്ക്ക് എപ്പോഴും അവൾ ഇതിലെ തന്നെയാണ് കയറി വരുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബാത്റൂമിലൊക്കെ ലിറ്റർ ബോക്സ് വെക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് വരാനായിട്ടുള്ള സൗകര്യം കൂടെ ഉണ്ടാക്കി വെക്കണം. ഈ ടോയ്ലറ്റ് നമ്മൾ കുളിക്കാനായിട്ടൊന്നും ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ലിറ്റർ ബോക്സ് ഇവിടെ വെക്കുമ്പം ഒരു സൗകര്യം അതായിരുന്നു. കാരണം എപ്പോഴും നനവുണ്ടാവില്ല. നമ്മൾ കഴുകി കഴിഞ്ഞാലും നമുക്ക് തുടച്ച് വൃത്തിയാക്കിയാൽ നനവില്ലാതിരിക്കും. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ടോയ്ലറ്റ് ഉപയോഗിച്ചത്. ഒരു ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്ത ഒരു ബാത്റൂം. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ സാധാരണ നമ്മൾ കുളിക്കാറില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂച്ചകൾ കക്കൂസി പോയി കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് സ്ക്രാച്ച് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഭിത്തിയിലൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് വേഗം തന്നെ അത് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി ഇടാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഓരോ പൂച്ചകളെ വളർത്തുമ്പോഴും നമ്മളുടെ വൃത്തി എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലെ വൃത്തിയും പൂച്ചകളുടെ വൃത്തിയും ഒക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചില സമയങ്ങളിൽ ക്ലോയുടെ കാലിൽ അവൾ കക്കൂസി പോയി കഴിഞ്ഞാൽ കുറച്ച് വൃത്തികേടൊക്കെ ആയിട്ടുണ്ട്. അപ്പം തന്നെ ഞങ്ങൾ സാധാരണ അത് കഴുകി തുടച്ചു കൊടുക്കാറുണ്ട്. കാരണം നമ്മുടെ അകത്തൂടെയാണ് അവർ നടക്കുന്നത്. അതുകൊണ്ട് പക്ഷെ അതെപ്പോഴും തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാറുണ്ട്. അവൾ ടോയ്ലറ്റിൽ പോയി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേഗം മനസ്സിലാകാറുണ്ട്. അതുകൊണ്ട് ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുന്ന കാണുമ്പോൾ തന്നെ നമ്മൾ അവളുടെ കാല് നോക്കി അത് കഴുകി വൃത്തിയാക്കി തുടച്ച് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലോയിയുടെ ടോയ്ലറ്റിങ് കാര്യങ്ങൾ. ഇനി നമുക്ക് ക്ലോയി ഒന്ന് ടോയ്ലറ്റിൽ പോകുന്നത് കാണാം.
ലിറ്ററിൽ നനവ് തട്ടിയിട്ടുണ്ടെങ്കിൽ ലിറ്റർ കട്ടിയാവും. അതുകൊണ്ട് നമുക്ക് ഇതിന് വേഗം ക്ലീൻ ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ക്ലോയുടെ വിശേഷങ്ങളുമായിട്ട് വരാം. താങ്ക് യു.